സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഏത് മതവിശ്വാസങ്ങളും സ്വീകരിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ജാതിയും മതവും ഭാഷയും സംസ്കാരവും ഒക്കെ വ്യത്യസ്തമായിരിക്കുമ്പോഴും ഇന്ത്യക്കാരൻ എന്ന പൊതുബോധം നമ്മെ ഇഴയടുപ്പത്തോടെ ചേർത്ത് നിർത്തിയിരുന്നു ഈ അടുത്ത കാലം വരെ. എന്നാൽ ഈ ബന്ധങ്ങൾക്കൊക്കെ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഏകദേശം 10 വർഷത്തിലധികമായി ഈ നാടിന്റെ ദുരവസ്ഥ കണ്ട് വേദനിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരുമാണ് ഞാനും നിങ്ങളും. 2 വർഷം മുൻപ് ഇത്തരമൊരവസരത്തിലാണ് ഇരിഞ്ഞാലക്കുട രൂപത മുഴുവൻ ചാലക്കുടിപ്പുഴ മുതൽ കുറുമാലിപ്പുഴ വരെയുള്ള ആ ഹൈവേയുടെ ഇരുവശത്തുമായി അണിനിരന്നുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രതിഷേധം കേന്ദ്ര ഭരണത്തെ അറിയിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാവുന്നതുപോലെ അന്ന് മണിപ്പൂർ വിഷയമായിരുന്നു. ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ മണിപ്പൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഇത്രയും കാലമായിട്ട് ഈ പ്രശ്നബാധിത പ്രദേശത്ത് നിന്ന് കണ്ട് ആ മനുഷ്യരെ ആശ്വസിപ്പിക്കാനോ നിർത്തോ ഈ പ്രതിസന്ധി എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധീരത ഉണ്ടായില്ല എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന വിഷയമാണ്. ഇപ്പോഴും അവിടുത്തെ പ്രതിസന്ധിക്ക് അറുതി വന്നിട്ടില്ല എന്നുള്ളതും ഞാനും നിങ്ങൾ വേദനയോടെ ഓർക്കുന്നു. നമുക്കറിയാം, ഇവിടെ ഭാരതത്തിന്റെ ഈ മണ്ണിൽ ഏത് മതവിശ്വാസിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഭരണഘടന വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകുന്ന അനുവാദപ്രകാരം ഇവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇവിടുത്തെ വ്യത്യസ്ത മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിഷണറിമാർക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ ആ ദുർഗതിയെ കുറിച്ച് ഞാനും നിങ്ങളൊക്കെ ഏറെ വേദനിക്കുന്നവരാണ്. ഒരു കണ്ടമാനും ഒറീസായും ഒക്കെ നമ്മുടെ മുൻപിൽ ഒരു പേടി സ്വപ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഗ്രാംസ്റ്റൈൻസിനെയും മക്കളെയും ചുറ്റുവന്ന ആ ഒരു ഭീകരാവസ്ഥ നമ്മയൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. സിസ്റ്റർ റാണി മരിയയ്ക്ക് സംഭവിച്ച ദുർഗതിയെ കുറിച്ച് ഫേസ്ബുക്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും തന്നെ. സ്റ്റാൻസ്ലോണി എന്ന് പറയുന്ന 84 വയസ്സുകാരനായ ഒരു മിഷണറി വൈദികനെ അകാരണമായി കള്ളത്തെളിവുകൾ ഉണ്ടാക്കി ജയിലിലടച്ചതും നമുക്കറിയാവുന്നതാണ്. ആ സംഭവ പരമ്പരയില് വീണ്ടും ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളികളായ 2 സിസ്റ്റേഴ്സ്, സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും. കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് അവർ ജയിലിലാണ്. കഴിഞ്ഞ ജൂലൈ 25-ാം തീയതി ഈ 2 സഹോദരിമാർ അവർ ചെയ്ത കുറ്റമല്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ജയിലിൽ അടച്ചത്? ഇവർ നടത്തിയ രാജ്യദ്രോഹ കുറ്റമല്ലായിരുന്നു. സഭയുടെ സ്ഥാപനങ്ങൾ 23-ലേക്ക് എത്തിയപ്പോൾ 734 ഇൻസിഡൻസ് ആണ് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2024-ലേക്ക് എത്തിയപ്പോഴോ 834 അക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ മാത്രം നടന്നതായിട്ട് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതായത് ഈ ഒരു കാലയളവില് 4694 അക്രമ സംഭവങ്ങളാണ്. നമ്മുടെ പ്രതിഷേധ റാലി ഇത് ആരംഭിക്കുകയാണ്. പതാക ജനകത്തിന് കൈമാറുന്നു. റാലിയിലേക്ക് സമ്മേളനത്തിലേക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും പ്രതിഷേധ റാലി കന്യാസ്ത്രീകളെ തടവിലാക്കി മതേതര ഭരണഘടനയെ വർഗീയ ഭരണത്തിനെതിരെ ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ
രാഷ്ട്രീയ മുതലെടുപ്പിനായി മതവികാരത്തെ ദുരുപയോഗം ചെയ്യുന്ന വലിയ ശക്തികൾക്കെതിരെ ഇടതും വലതും തീവ്രവൽക്കരണവും നടത്തുന്ന മുതലെടുപ്പ് രാഷ്ട്രീയത്തിനെതിരെ ഇരിയാലക്കുടയുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ റാലി സാധാരണമായി കടലിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഭരണഘടനയെ വെല്ലുവിളിയാക്കുന്നത് കണ്ടുനിൽക്കുന്ന ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം വളർത്തുന്നത് ഇരിയാലക്കുടയുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ റാലി ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇരിയാലക്കുട വിദ്യുത് ഹൗസിൽ നിന്നും ആരംഭിച്ച് ഇരിയാലക്കുട നഗരത്തിലൂടെ സഞ്ചരിച്ച് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയാന്തരത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അർഹതയാകുന്ന ജോലി നൽകാനുള്ള സംരംഭത്തിന്റെ ഭാഗമായി നടത്തിയ ഈ ജോലി നൽകൽ സംവിധാനത്തെ വ്യാഖ്യാനിച്ച് അതിന് മറ്റൊരു മുഖം നൽകി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ തുരങ്കിലടച്ചപ്പോൾ നമുക്ക് ഒരു ചോദ്യം ഉള്ളത്, ബഹുമാനപ്പെട്ട ഇതിൽ ദുഃഖാർത്തരാണോ ഈ രണ്ടുപേരും? ഞാൻ പറയും അല്ല. സ്നേഹരാജ്യം സ്ഥാപിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട മനുഷ്യ ബോംബായിട്ട് ഇറങ്ങി പുറപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ഒരിക്കലും ഇതൊരു ദുഃഖത്തിന്റെയോ പിന്തിരിഞ്ഞു പോകുവാനായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് മുന്നോട്ട് തന്നെയാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിൽ അർപ്പിത ജീവിതം നയിക്കുന്ന 5000-ലധികം പേരുണ്ടെങ്കിൽ 5000-ലധികം പേരോടും ചോദിക്കുക, ഇങ്ങനെ ഈ പ്രതിഷേധവും ജയിലിലടക്കേണ്ടി വരുന്ന സംഭവങ്ങളൊക്കെ വന്നാലും നിങ്ങൾ ഇനിയും ഈ കാര്യങ്ങൾ, കുടുംബത്തിന് മഹിമ വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമോ? സധൈര്യം പറയുകയാണ്, മുന്നോട്ട് വരും. സ്നേഹരാജ്യം സ്ഥാപിക്കുവാനായിട്ട് ഏതറ്റം വരെയും പോകുവാൻ ക്രിസ്തുവിന്റെ അനുയായികളായിട്ടുള്ള ഓരോ സമർപ്പിതരും മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഏത് നീതിന്യായ വ്യവസ്ഥകള് അതിന് സപ്പോർട്ടായി വന്നില്ലെങ്കിലും സർവേശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് വരിക തന്നെ ചെയ്യും. തന്നെയുമല്ല, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെ മുന്നോട്ട് വരുന്നോ അവരോടൊപ്പം പോരാടുകയും ചെയ്യും. ഈ സംഭവത്തോടുള്ള ദുഃഖം അറിയിച്ചുകൊണ്ട് വേഗത്തിൽ ഞങ്ങളുടെ സഹോദരി സിസ്റ്റേഴ്സ്, നമ്മുടെയൊക്കെ സഹോദരി സിസ്റ്റേഴ്സ് മോചിതരായി സധൈര്യം സ്നേഹരാജ്യം സ്ഥാപിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ പ്രതിഷേധ റാലി അതിന് സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ഈ പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കർമ്മലിത്ത സന്യാസിനി സമൂഹത്തിന്റെ ഇരിഞ്ഞാലക്കുട പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ധന്യ. അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ സിസ്റ്റേഴ്സിനെ നെഞ്ചോട് ചേർത്ത് വെച്ച സ്നേഹ സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ രണ്ട് സിസ്റ്റേഴ്സിനോട് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തോടുള്ള ഐക്യദാർഢ്യമാണ് നാം ഇവിടെ പ്രഖ്യാപിച്ചത്. മതേതരത്വം ഇന്ന് ഏടുകളിൽ മാത്രമാണ്. മതസൗഹാർദ്ദം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. നിർബന്ധിത മതപരിവർത്തനം എന്ന മാസ്ക് ചുമത്തി ദൈവരാജ്യത്തെ നിഷേധിക്കുന്ന ഒരു തന്ത്രമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ക്രൂരമാണ്. സത്യം ജയിക്കട്ടെ, നീതി ജയിക്കട്ടെ. സത്യത്തെ എന്നെങ്കിലും നമുക്ക് തമസ്കരിക്കാനാകുമോ? ഇല്ല. ഒരിക്കൽ കൂടി ഈ സിസ്റ്റേഴ്സിനോടുള്ള ഐക്യദാർഢ്യം നമുക്ക് പ്രഖ്യാപിക്കാം. താങ്ക് യു. ഗാന്ധിജി പഠിപ്പിച്ച അഹിംസയുടെ പാദങ്ങളിലൂന്നി ക്രിസ്തു സിദ്ധാന്തങ്ങളെ മുറുകെ പിടിച്ച് ക്രിസ്തു മൂല്യങ്ങളിൽ അടിയുറച്ചാണ് നമ്മൾ ഈ പ്രതിഷേധ റാലി ഇവിടെ നടത്തിയത്. ഈ പ്രതിഷേധ റാലി തുടർന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഇരത്തറ പ്രതിജ്ഞാവാചകം ചൊല്ലിത്തരും. പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റുചൊല്ലാം. 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നമ്മുടെ ഭാരതം അണയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് ബോധമുള്ളവരാകാം. നമ്മൾ ഇന്ത്യയുടെ പൗരന്മാരാണെന്നുള്ള വലിയ ബോധത്തോടുകൂടെ ചെലുത്തിരുന്ന പ്രതിജ്ഞ എല്ലാവരും ഏറ്റുചൊല്ലുക. നമ്മൾ മഹത്തായ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യപ്പെട്ടതിൽ അഭിമാനം കൊള്ളുന്നു. ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും മതപരവുമായ നീതി, ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന
ഉറപ്പ് നൽകുന്നു. ഭരണഘടനയിലുള്ള ഈ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണെന്നും അതിനെതിരെ നടത്തുന്ന ഏയും ചെറുത്തു തോൽപ്പിക്കുമെന്നും ദൈവനാമത്തിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ഇവിടെ വന്നുകൂടിയ സർവർക്കും ഒരു വാക്ക് നന്ദി പറയുന്നത് ഇരിഞ്ഞാലക്കുട രൂപത KCCയുടെ രൂപത പ്രസിഡന്റ് പ്രിയപ്പെട്ട ഡേവിസ് ഊക്കനാണ്. തുടർന്ന് സമാപന സന്ദേശം ബഹുമാനപ്പെട്ട ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ കത്തീഡ്രൽ വികാരി സംസാരിക്കും. ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സന്യാസിമാരുടെ അന്യായമായ അകാരണമായ അറസ്റ്റിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും ഇരിഞ്ഞാലക്കുട രൂപതയിലെ ദൈവത്തെയും മനുഷ്യത്വത്തെയും സ്നേഹിക്കുന്ന കുറെ മക്കൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഈ പ്രതിഷേധ റാലി ഭാരതത്തിന് ക്രൈസ്തവ വിശ്വാസം, വെളിച്ചം, സത്യദൈവത്തോടുള്ള സ്നേഹവും ചൊല്ലിക്കൊടുത്ത പറഞ്ഞു തന്ന മാർത്തോമാ ശ്ലീഹായുടെ കത്തീഡ്രൽ ഇടവകയുടെ മുമ്പിലാണ് നമ്മൾ ഈ പ്രതിഷേധ റാലി സമാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഡ് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ 2 സിസ്റ്റേഴ്സ് സമർപ്പിതർ കത്തോലിക്ക മക്കൾ അവരുടെ ജീവിതത്തെ മുഴുവനും ദൈവത്തിനും സത്യത്തിനും മനുഷ്യത്വത്തിനുമായി സമർപ്പിച്ച 2 മക്കൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ വന്നിറങ്ങുന്ന 3-4 പേരെ, 3 പെൺകുട്ടികളെയും ഒരു ചെറുപ്പക്കാരനെയും അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ദുരിതത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് കരകയറ്റാൻ വേണ്ടി കടന്നു വന്ന സിസ്റ്റേഴ്സിനെ അകാരണമായി, അന്യായമായി, മനുഷ്യത്വരഹിതമായി അറസ്റ്റ് ചെയ്ത നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അക്രമപരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, അപലപിക്കുന്നു. ഇത് ഒറ്റയ്ക്കൊരു സംഭവമാണെന്ന് ആരും പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കേണ്ട. 2014 മുതൽ 2024 വരെ 10 വർഷത്തിൽ ഭാരതം ഭരിച്ച ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന കുറ്റങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തിയാൽ 4316 കുറ്റകൃത്യങ്ങളാണ് ക്രൈസ്തവ വിശ്വാസത്തിന് എതിരെ ചെയ്തിട്ടുള്ളത്. പള്ളി പൊളിച്ചും വൈദികരെ അറസ്റ്റ് ചെയ്തും ആക്രമിച്ചും സന്യസ്തരെ ഉപദ്രവിച്ചും കോൺവെന്റുകളെ നശിപ്പിച്ചും കൊള്ളയടിച്ചും അവഹേളിച്ചും അപമാനിച്ചും നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ 4316 10 വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചത്. ഒരുപക്ഷെ പറയും, ഭക്ഷണം കിട്ടാതെ അപ്പം മോഷ്ടിച്ചപ്പോൾ അവനെ അടിച്ചു കൊന്നത് ഒറ്റ സംഭവമല്ലേ? ഒരുപക്ഷെ പറയും, സിസ്റ്റേഴ്സിനെ ഉപദ്രവിച്ചത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ലേ? അത് ഛത്തീസ്ഗഡിലല്ലേ? അത് ഒറീസയിലല്ലേ? അത് ഉത്തർപ്രദേശിലല്ലേ? ഈ ഉത്തർപ്രദേശും ഛത്തീസ്ഗഡും ഈ മധ്യപ്രദേശും ഒറീസയും ഒക്കെ നാം വസിക്കുന്ന ഭാരതത്തിന്റെ ഭാഗമല്ലേ? അപ്പോൾ അത് സംഭവിച്ചത് ഭാരതത്തിലല്ലേ? ഭാരതത്തിൽ അത് സംഭവിച്ചുവെങ്കിൽ നമ്മൾ
തല ശിരസ് കുനിക്കണം ലജ്ജാഭാരത്താൽ. ഞാൻ അഭിമാനത്തോടുകൂടി വിദേശത്ത് ചരിക്കുമ്പോൾ ഞങ്ങളെ കണ്ട് പഠിക്കുമെന്ന് ഭാരതത്തെ കുറിച്ച് അഭിമാനത്തോടുകൂടി വിദേശികളോട് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എന്റെ അനുഭവമാണ്. പല പല കാരണങ്ങളും, ഞങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പങ്കുവെപ്പും നിങ്ങൾ കണ്ടു പഠിക്കണമെന്ന്. അതാണ് ഭാരതം. ഭാരതം നമ്മളെ പഠിപ്പിച്ചത്, പൂർവ്വപിതാക്കൾ പഠിപ്പിച്ചതാണ്. അതുതന്നെയാണ് ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നത്. സഹവസിച്ച് സ്നേഹത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഭാരതം, രാജ്യം, സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന, സഹോദര സ്നേഹത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അത് ഭാരതമാണ്. അതാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നത്. ഇതായിരുന്നു നമ്മുടെ ഉറപ്പ്, ഇതായിരുന്നു നമ്മുടെ വിശ്വാസം. എന്നാൽ ഒരാഴ്ചയ്ക്ക് മുൻപ് നാം ഈ ഛത്തീസ്ഗഡിലെ സംഭവം കേട്ടുകഴിഞ്ഞ അന്ന് മുതൽ ഉറങ്ങിയിട്ടില്ല, ചിരിച്ചിട്ടില്ല. സങ്കടമുണ്ട്, വേദനയുണ്ട്. ആരാണ് ഇതിന് ഉത്തരം പറയുക? ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഭാരതത്തിന്റെ മക്കളാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അല്ല, ഭാരതം ആരംഭിച്ച കാലം മുതലുള്ള പഴക്കമുണ്ട് ക്രൈസ്തവർക്ക്. ഞങ്ങൾക്ക് ഭാരതത്തിലെ 2 വംശങ്ങൾ ആരാണ്? ദ്രാവിഡരും ആര്യരും. ഈ ദ്രാവിഡരാണ് ഭാരതത്തിന്റെ ഒറിജിനൽ വംശാവലി. ആ വംശത്തിൽപ്പെട്ടവരാണ് ക്രൈസ്തവർ. ആ ക്രൈസ്തവരെയാണ് മാർത്തോമാ ശ്ലീഹ കൊടുങ്ങല്ലൂരിൽ വന്നിട്ട് AD 82 വിശ്വാസം പകർന്നുകൊണ്ട് ക്രൈസ്തവരാക്കിയത്. നൂറ്റാണ്ടുകൾ പലതും കടന്നുപോയി. ഞങ്ങളുടെ മണ്ണാണിത്. ഈ ഭാരതം ഞങ്ങളുടെ മണ്ണല്ല എന്ന് ആരെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക. ഞങ്ങൾ വിട്ടുതരില്ല. കാരണം ഇവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഭരണാധികാരികള് ക്രൈസ്തവരെ ഉപദ്രവിച്ചാൽ അവരൊന്നും ചെയ്യില്ല, മാടപ്രാവിനെ പോലെ മാറിയിരുന്നു കൊള്ളുമെന്ന്. ശരിയാണ്, ഒരു പരിധി വരെയും ഞങ്ങൾ അങ്ങനെ ചെയ്യും. പക്ഷേ പരിധി വിട്ടാൽ അപ്പോൾ അറിയാൻ പറ്റും ജീവിക്കാനുള്ള മനുഷ്യന്റെ ആ ത്വര, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധം വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത് തെറ്റാണ് ഞങ്ങളുടെ സന്യാസിനികൾ ചെയ്തത്? അറിയൂ, എന്ത് തെറ്റാണ് അവർ ചെയ്തത്? പ്ലാറ്റ്ഫോം ടിക്കറ്റ് സഹിതം വന്നു നിന്നതാണോ? യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കൈവശം വെച്ചതാണോ? ഭാരതം ഗവൺമെന്റ് നൽകുന്ന രേഖ, ആധാർ കാർഡുകള് അവർ കൈവശം വെച്ചതാണോ? മനുഷ്യത്വം കാണിച്ചതിനാണോ? വീടുകളില്ലാത്തവർക്ക് വീടുകൾ പണിതു കൊടുത്തതിനാണോ? ആദര ശുശ്രൂഷ നൽകി രോഗികൾക്ക് ആരോഗ്യം കൊടുത്തതിനാണോ? ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്കായിട്ട് പങ്കുവെച്ചു കൊടുത്തതിനാണോ? അതാണോ തെറ്റ്? പറയൂ. മാധ്യമ പ്രവർത്തകരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും സമയം ഇവിടെ നിന്ന് ഞങ്ങളുടെ രോദനവും ഞങ്ങളുടെ വേദനയും ഞങ്ങളുടെ സങ്കടവും നിങ്ങൾ പകർത്തിയെടുത്ത് ഈ ഭാരതത്തിന്റെ മക്കളോട് പറയണം, ക്രൈസ്തവർ അവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല ക്രൈസ്തവർ. പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ക്രീം ലെയറായിട്ടുള്ള സിസ്റ്റേഴ്സ് അവരുടെ ജീവിതത്തെ മുഴുവനും തന്നെ ഈ മനുഷ്യകുലത്തിന്, മനുഷ്യത്വത്തിന് വേണ്ടി, പരസ്നേഹത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ജന്മങ്ങളാണിത്. അതാണ് അവർ ചെയ്ത തെറ്റ്, അതാണ് അച്ഛന്മാർ ചെയ്യുന്ന തെറ്റ്. എനിക്കറിയാം, ഈ കത്തീഡ്രൽ എന്റെ ഇടവക ദേവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് 1.5 കോടിയിലധികം രൂപ കഴിഞ്ഞൊരു വർഷം പാവപ്പെട്ടവർക്ക് വേണ്ടി മരുന്നിനും ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഭവനം പണിതു കൊടുക്കുന്നതിനും രാപ്പകൽ ഓടി നടന്നവരാണ് ഞങ്ങൾ ഇരിഞ്ഞാലക്കുട ദേശവാസി. അതിനാണോ ഞങ്ങളുടെ സഹോദരികളെ നിങ്ങൾ ശിക്ഷിക്കുന്നത്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് പറയാനായിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് മതപരിവർത്തനം 1, 2 മനുഷ്യക്കടത്ത്. ഇത് 2 അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. 2022 തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏതാനും സിസ്റ്റേഴ്സിന്റെ പേരിൽ കേസെടുക്കുകയുണ്ടായി.
പ്രായപൂർത്തിയാകാത്ത ഏതാനും കുട്ടികളെ ഒറീസയിൽ നിന്ന് കൊണ്ടുവന്നു അവിടെ കോൺവെന്റിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇന്ന് മനോരമ പത്രത്തിന്റെ റിപ്പോർട്ടർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, ആ 2 കേസുകളും 2022 നടന്ന കേസ് അടിസ്ഥാനരഹിതമാണെന്ന് കോടതി തെളിയിച്ചിരിക്കുകയാണ്. അവിടെ നിർബന്ധിതമായിട്ടോ അന്യായമായിട്ടോ കള്ളം പറഞ്ഞുകൊണ്ടോ ലക്ഷ്യം വെളിപ്പെടുത്താതെയോ നിർബന്ധമായിട്ടോ ഒരു കുഞ്ഞിനെയും ഒരു കൊച്ചിനെയും അവിടെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടമില്ലാതെ കൊണ്ടുവന്നിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിപ്ലവ വീര്യം നഷ്ടപ്പെടുത്തരുത്. ആത്മാവിൽ നമുക്ക് തന്നത് അത് സ്നേഹ വിപ്ലവ വീര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങളെ പിടി കാണിച്ച് പിന്നാക്കം വിടാമെന്ന് ആരും കരുതരുത്. ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് ജീവിക്കാനല്ല, മരിക്കാൻ തന്നെയാണ്. അത് മനസ്സിലാക്കി പോകണം. ഞങ്ങളുടെ സഹോദരിമാരെ തൊട്ടാൽ വിടില്ല, ഞങ്ങൾ വിടില്ല. അവർക്ക് ന്യായം കിട്ടുന്നത് വരെ നിരുപാധികം അവരുടെ മേൽ ചാർത്തിയിട്ടുള്ള കേസ് പിൻവലിച്ച് സ്വതന്ത്രമായി അവരെ വിടുന്നതിനായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ് ഈ സമരവേദി. സ്നേഹമുള്ളവരെ, ഇതിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു, അഭിനന്ദനം അറിയിക്കുന്നു. നമ്മൾ തുടർന്നും ഇനിയും അണിചേരും നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ. അതുവരെയും നമ്മുടെ രക്തം തിളച്ചുകൊണ്ടിരിക്കും. സഹോദര സ്നേഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ തിളച്ചുകൊണ്ടിരിക്കണം. ആയതിനാൽ എല്ലാവർക്കും ഞാൻ നന്മകൾ നേർന്നുകൊണ്ട് ഗവൺമെന്റിന്റെ അധികാരികളുടെ മുമ്പിൽ ഞാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമായി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. KPCCയുടെ രൂപത പ്രസിഡന്റ് ശ്രീ ദേവിസുബ്രഹ്മണ്യൻ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ വികാരിയച്ചന്മാരെ, പ്രൊവിൻഷ്യൽസ്, ഇന്നിവിടെ ആയിരിക്കുന്ന ക്രൈസ്തവരെ, മാധ്യമപ്രവർത്തകരെ, നമ്മുടെ സഹോദരിമാരായ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതി മേരിയും കേസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടി അവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിച്ച് ഈ സർക്കാർ മാപ്പ് പറയുന്നത് വരെ ഈ ക്രൈസ്തവർ ഈ കാണുന്ന വഴികളിലൂടെ ഞങ്ങൾ അലയും. ഞങ്ങളുടെ ഈ മൗന പ്രാർത്ഥന, മൗന റാലി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഈ മൗനമൊക്കെ ഞങ്ങൾ വിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരുകൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുകയും ഞങ്ങൾ പ്രതിവിധി കണ്ടെത്തി കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴാണല്ലോ കുറച്ചു നാൾ മുമ്പ് വരെ അനാശാലകൾ ആര് പണിതു? അത് ക്രൈസ്തവർ. ആരാധനാലയങ്ങൾ ആര് പണിതു? അത് ക്രൈസ്തവർ. കോളേജ് വിദ്യാഭ്യാസം ആര് കൊടുത്തു? അത് ക്രൈസ്തവർ. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ചോദിക്കും, ആരാധനാലയങ്ങൾ മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ? നമ്മൾ അനാശാല ആര് പണിതു? ഞങ്ങൾക്കറിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആര് പണിതു? ഞങ്ങൾക്കറിയില്ല. ഈ കാണുന്ന ആതുരശാലകൾ ആര് പണിതു? അറിയില്ല. ഈ കുറച്ചു കാലമായിട്ട് നമ്മളെയൊക്കെ പാർശ്വവൽക്കരിച്ച് സൈഡിലേക്ക് തള്ളിക്കളയുന്ന രീതിയിലുള്ള ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നാട്ടിലടമാടിയിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരുകൾ അതിനെ ശക്തമായ ഒരു സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്ന് വളരെ സങ്കടത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്. ഈ മൗനമൊക്കെ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വിട്ടെറിഞ്ഞുകൊണ്ട് ഈ തെരുവീതികളിലൂടെ ഞങ്ങൾ സഹോദരികൾക്ക് വേണ്ടി ഞങ്ങൾ നടക്കും, ഒരു സംശയവുമില്ല. ഈ അവസരത്തില് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വികാരി ജനറൽമാരായ 3 വികാരി ജനറൽമാർക്കും അതുപോലെ തന്നെ നമ്മുടെ വട്ടോലി അച്ഛനും പ്രൊവിൻഷ്യൽ അമ്മമാർക്കും എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവിധ വ്യക്തികൾക്കും രൂപത കത്തീഡ്രൽ വികാരി അച്ഛനും AKCC രൂപത ഡയറക്ടർ ലിജു മഞ്ഞപ്രകാരനും രൂപതയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും കത്തോലിക്ക കോൺഗ്രസിന്റെ എല്ലാമായ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ഒരു പ്രതിഷേധം ഇരിഞ്ഞാലക്കുട രൂപതാതലത്തിലുള്ള പ്രതിഷേധങ്ങളുടെ തുടക്കം മാത്രമാണ്. വരുന്ന ഞായറാഴ്ച ചാലക്കുടിയിൽ വെച്ച് നമ്മുടെ രൂപതാതലത്തിലുള്ള പ്രതിഷേധം അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിൽ നാം നടത്തുകയാണ്.
അവിടെ 3 മണിക്ക് 3 മേഖലകളിൽ നിന്നായി റാലി ചാലക്കുടി ടൗൺ ഹാൾ പരിസരത്ത് എത്തിച്ചേരുകയും അവിടെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുകയും അഭിമന്യു പിതാവ് ആ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അന്നേ ദിവസവും നിങ്ങളുടെ സാന്നിധ്യം പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നു. CRI, ചാലക്കുടി, മാള, പുത്തൻചിറ, കൊടകര ആ മേഖലകളിൽ നിന്നുള്ളവർ, കുറ്റിക്കാട് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവർ ആ ഭാഗത്ത് എത്തിച്ചേരണമെന്ന് കൂടി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു പ്രതിഷേധ സദസ്സ് ഇനിയും നമ്മൾ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നേരിടാനുള്ള ശക്തികൾ അത് വളരെ ശക്തരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ജ്വാല അത് അണയാതെ ഇനിയും തുടർന്നു പോകാനായിട്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അറിയിക്കുന്നു. താങ്ക് യു.